എറണാകുളം ബോട്ടിയെട്ടിയിൽ അതിമനോഹരമായ കാഴ്ചകളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കേ എറണാകുളം ബോട്ടിയെട്ടിയിലേക്ക് ഒന്ന് പോയി നോക്കാട്ടോ. എറണാകുളത്തെ ബോട്ടിയെട്ടി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള നമ്മളുടെ കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള എറണാകുളം ബോട്ടിയെട്ടിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ആർച്ച് പോലെ രണ്ട് ആൽമരം നിൽക്കുന്നത് കാണാം. കാലങ്ങളായിട്ട് ബോട്ടിയെട്ടിയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ഒരു ആർച്ച് പോലെ നിൽക്കുന്ന രണ്ട് ആൽമരങ്ങൾ. നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രവേശന കവാടം, ബോട്ടിയെട്ടീൻ്റെ മെയിൻ പ്രവേശന കവാടമാണ് ഇത്. ഇതിലെ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ഡിപ്പോ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ ഓടുന്നത് ഇന്ദിരാ പ്രിയദർശിനി വനിതാ ഫ്രീ ആയിട്ട് ഓടുന്ന ബസ്സുകളാണ്. ഒരു ATM കൗണ്ടർ ഇവിടെയുണ്ട്, അത് വർക്കിംഗ് കണ്ടീഷനായിട്ടാണ് കണ്ടത്. തൊട്ടടുത്ത് തന്നെ നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് കാണാം. അല്പസ്വല്പം തകരാറുകളൊക്കെ ഉണ്ടെങ്കിലും വെയിറ്റിംഗ് ഷെഡ് അവിടെ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇനി ബോട്ട് ജെട്ടിയുടെ മാത്രമായിട്ടുള്ള കോമ്പൗണ്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ബോട്ട് സർവീസ് ടീമും കൂടിയാണ് ഇവിടെ നടത്തുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തെല്ലാം മനോഹരമായ ഒരു 2 വീലർ പാർക്കിംഗ് കാണാം കേട്ടോ. നമുക്ക് മണിക്കൂർ 20 രൂപയാണ് 2 വീലറിൻ്റെ ഇവിടുത്തെ ചാർജ് വരുന്നത്. ബൈക്ക് 20, പിന്നെ ഓരോ മണിക്കൂറും 10. ഒരു മാസം 500 രൂപയാണെങ്കിൽ നമുക്കിവിടെ ബൈക്ക് വെച്ചിട്ട് ബോട്ടിന് കയറി ജോലിക്കൊക്കെ പോവാം. അതിനുവേണ്ടിയാണ് ഈ സൗകര്യം ചെയ്തേക്കണം. ഒരു മാസം ഓട്ടോറിക്ഷ ഇവിടെ ഇടാൻ 500 രൂപ ഉള്ളൂ. കാറ് മാസത്തേക്ക് ഇടാൻ പറ്റില്ല. ബസ് ഒരു മാസമൊക്കെ ഇടാം. ബസ് ഒരു മാസം ഇടുന്നതിന് 3000 രൂപ ഉള്ളൂ. രാവിലെ കൊണ്ടുവന്ന് ബസ് ഇവിടെ ഇടാം, അല്ലെങ്കിൽ ബസ് സ്ഥിരം ഇവിടെ ഇട്ടേക്കാം. മിനി ബസ്സൊക്കെ 80 രൂപ, പിന്നെ അടുത്ത ഓരോ മണിക്കൂർ 80, അങ്ങനെയൊക്കെ പോകുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ആള് ഈ തൽക്കാലത്തൊക്കെ ഇല്ല. ഇതിവിടെ നല്ലൊരു ശൗചാലയം ഉണ്ട്. അയാളോടും കൂടി നമുക്ക് ശൗചാലയത്തിന്റെ വിശേഷം കൂടി ചോദിക്കാം. ഇത് വർക്കിംഗ് ആണോ? സ്ത്രീകൾക്ക് മാത്രമുള്ള സ്ത്രീകളുടെ മാത്രമുള്ള അല്ലേ? കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ? ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമുള്ളല്ലേ? ഈ മനോഹരങ്ങളായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സൈഡിൽ തന്നെ നാച്ചുറലായിട്ട് ഒരു ചെറിയ കാടുകൾ, ചെറിയ പുൽത്തകിടികൾ ഒക്കെ വച്ചു പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ടൈലിട്ട റോഡുകളും കാണാം. നിങ്ങൾ ഈ ഏരിയ വന്നിട്ടുണ്ടാവും, പക്ഷേ ഇത്ര കൃത്യമായിട്ട് ചിലപ്പോൾ ഇവിടെ വീക്ഷിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ചില കെട്ടിടങ്ങൾ കാണാം. ഇവിടെ വരുമ്പോൾ മൂത്രത്തിൻ്റെ നല്ല സ്മെല്ലുണ്ടാവും. അത് ആളുകൾ സൈഡിൽ നിന്ന് പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് മൂത്രമൊഴിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ സുഗന്ധമാണ്. ഈ ഒരു കെട്ടിടം കണ്ടില്ലേ? ഇതെന്ത് മനോഹരമായ കെട്ടിടമല്ലേ. അതിൻ്റെ ഉൾഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല തറയല്ലേ, ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ബോട്ട് കിട്ടാൻ വൈകണമെങ്കിൽ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വന്ന് ഇവിടെ ഇരിക്കാം. നമ്മൾ കുറച്ച് കസേരയും ബെഞ്ചൊക്കെ ആയിട്ട് ഇവിടെ വരണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടൊരു ബിൽഡിങ്ങും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഒരു സ്മാരക ശിലകളായിട്ട് അല്ലെങ്കിൽ സ്മാരകമായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ ബിൽഡിംഗ് ആണെങ്കിൽ നല്ല ബന്ധവസായിട്ട് നല്ല ഗ്രില്ലൊക്കെ ഇട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബോർഡ് വായിച്ച് നിങ്ങൾ നോക്കിയാൽ അലങ്കാര ഔഷധ സസ്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചുള്ളത്. ഈ സൈഡിലൊക്കെ കാണാം അതിൻ്റെ ബാക്കി അലങ്കാര ഔഷധ സസ്യങ്ങളൊക്കെ. ഈ സൈഡിലൊക്കെ നമുക്ക് കാണുന്നത് ഈ അലങ്കാര ഔഷധ സസ്യങ്ങളാണ്. ഇനി ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാക്കാനുള്ള വിറകും ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ കുറേ അധികം ആളുകളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത ഏരിയയിലേക്ക് പോകാം. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഈ ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ പൂന്തോട്ടം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മെയിനായിട്ടുള്ള ബോട്ടിയെട്ടിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. ഈ കാണുന്ന നല്ല പുൽത്തകിടി, അലങ്കാര ചെടികൾ ഇതൊക്കെ വെച്ച് ഈ പോർച്ച് നമുക്ക് കാണാം. വണ്ടിയൊക്കെ വന്ന് നിൽക്കുക. ഇവിടെ ഒരു കുഴിയായിട്ടാണ് ഇവർ ഇത് രൂപകൽപ്പന ചെയ്തേക്കണം. ഈ പ്രാവൊക്കെ നിൽക്കണ കണ്ടില്ലേ, അവിടെ കുഴിയാണ്. കുഴിഞ്ഞ് കിടക്കണതുകൊണ്ട് വണ്ടിയൊക്കെ നല്ല സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് ഇറങ്ങാനും പറ്റും. അതിനുവേണ്ടിയുള്ള ഒരു അത്യന്താധുനിക സൗകര്യമായിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് പോകാം. തൽക്കാലത്തൊക്കെ മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് കയറാതെ ഈ സൈഡിൽ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. മനോഹരമായിട്ട് കിടക്കുന്ന പുൽത്തകിടികളും നടപ്പാതകളും ഒക്കെയാണ് നമ്മളീ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കിള് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ ജനറേഷൻ വന്നപ്പോൾ മൈ ബൈക്ക് ഈ കോലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
മൈ ബൈക്കിൻ്റെ കുറേ സ്മാരകമായിട്ട് ഇവിടെ കുറേ ഫ്രെയിമുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ മൈ ബൈക്കിൻ്റെ ഏരിയയിൽ നിന്ന് തൊട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഔഷധ സസ്യോദ്യാനം നമുക്ക് കാണാൻ പറ്റും. പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളാണ് ഇവിടെ നട്ട് വളർത്തിയിരിക്കുന്നത്. ഇതൊക്കെ പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ സമ്മതിക്കേണ്ട ഒന്നാണ്. കാരണം പബ്ലിക് സർവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉത്തരവാദിത്തം, ഇത്രയൊക്കെ ഉത്തരവാദിത്തം കാണിക്കണം. അത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു ഔഷധ സസ്യം കൊണ്ടുപോകുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയാവുന്ന ഔഷധങ്ങൾ, സസ്യങ്ങൾ, കല്ലുരുക്കി, ചെറുള, തിരുതാളി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാകും. നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നീങ്ങി റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഉഗ്രൻ സ്റ്റെപ്പ് കാണാൻ പറ്റും. നല്ല പുല്ലൊക്കെ ഇട്ട് കണ്ടില്ലേ, ചെടികൾ, അലങ്കാര ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുള്ള ഇതിൻ്റെ ഫ്രണ്ട് വശം. പിന്നെ കുറേ അധികം സ്റ്റെപ്പുകൾ നമുക്ക് മുകളിലേക്ക് കയറിപ്പോവാം. ഈ സ്റ്റെപ്പിലൊക്കെ നമുക്ക് വീട്ടുകാരൊക്കെ ആയിട്ട് വന്നിരുന്ന് കാറ്റ് കൊള്ളാനിരിക്കാം. അതിന് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നല്ല തുണികളോ തോർത്തുകളോ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇതൊന്ന് തുടച്ചിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടൈലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഗ്രാനൈറ്റൊക്കെ ഇട്ട് കോടികൾ മുടക്കി നല്ല ഭംഗിയായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. നടന്ന് മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാം നല്ല പുൽത്തകിടിയൊക്കെ. നമ്മളുടെ വീട്ടിൽ ചട്ടിയിൽ പോലും ഒരു ചെടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരാത്ത ഈ കാലത്ത് തറയിൽ, ടൈലിട്ട വാർത്ത തറയിൽ ചെടികളെ നട്ടുപിടിപ്പിച്ചേക്കണ അത്ഭുത പ്രതിഭാസം നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ദിവസം വെള്ളമൊഴിക്കാതെ ഇത് നിൽക്കുമോ? നമ്മുടെ വീട്ടിലെ ചെടി വെള്ളമൊഴിച്ചില്ലെങ്കിൽ വാടിപ്പോവില്ലേ? അതേപോലെ ഇതും ദിവസം വെള്ളമൊഴിച്ചിട്ടുണ്ട്. താഴെ നമുക്ക് കാണാം ബോട്ട് യാത്രക്കാരൊക്കെ വരുന്നുണ്ട്, ബോട്ടിൽ കയറുന്നുണ്ട്. നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമാണെന്നറിയാമോ? നമ്മൾ കൊച്ചിക്കായലിലെ ആ ഒരു ഭംഗിയൊക്കെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത്ര മനോഹരമായ കൊച്ചിനെയാണ് ഇവർ ഭംഗിയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ പേരിൽ അഭിമാനമുണ്ട്. നമുക്ക് അഭിമാനിക്കാനുള്ള വക ഇവർ നമുക്ക് തരുന്നുണ്ട്. ഇനി ഈ കാണാവുന്ന നടപ്പാത കണ്ടില്ലേ? ഈ വാക്ക് വേ പോലെ തന്നെ വടക്കുവശത്തു നിന്നും വാക്ക് വേ വരുന്നുണ്ട്. അത് GCD കോംപ്ലക്സിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു നടപ്പാത ഈ വഴിക്കും വരുന്നുണ്ട്. ഇവിടെ സാംസ്കാരിക TK രാമകൃഷ്ണൻ സാംസ്കാരിക കേന്ദ്രമുണ്ട് കേട്ടോ. കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ഒരു പറമ്പിൽ, ഈ ഒരു സ്ഥലത്ത്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി നല്ല ഭംഗിയിൽ കെട്ടിയിട്ടാണ് 2-3 കെട്ടിടങ്ങൾ കാണിച്ചു തരാം. ഇവിടെ വരുന്ന ആളുകളെ സ്വീകരിക്കാനായിട്ട് നല്ല വില കൂടിയ രീതിയിൽ നല്ല ഹൈടെക്കായിട്ട് പണിത കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. അല്ല, ഇതിൽ ഒരുപാട് കുപ്പികളാണല്ലോ വെച്ചിട്ടുള്ളത്. കുപ്പികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലത്തുള്ള കുപ്പികൾ നമ്മളെ കാണിക്കാൻ വേണ്ടി അത് അവർ വെച്ചിട്ടുള്ളതാണ്. ഇത് പുരാവകുപ്പിന് കൊടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇത് വേറൊരു ബിൽഡിംഗ് കാണിച്ചു തരാം, അതിൻ്റെ തൊട്ടടുത്ത്. ആ ബിൽഡിങ്ങിൽ സർവീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ബിൽഡിങ്ങിൽ സർവീസ് ഉണ്ടാവും. കണ്ടില്ലേ, ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഡോർമേ തന്നെ. ഇത് പഴയ കാലത്തെ കസേരകളും മേശകളും ഒക്കെ ഇവിടെ ഉപയോഗിച്ചിരുന്ന അത് നമ്മളെ പ്രദർശിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മൾക്ക് കാണാൻ വേണ്ടി പുരാവസ്തുക്കളുടെ തന്നെ ഒരു ശേഖരം, വിപുലമായ ശേഖരം. തൊട്ടടുത്ത് വേറൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. അതിലെന്താണ് കാഴ്ചയെന്ന് നമുക്ക് നോക്കാം. ഇത് സൂപ്പറായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. കേരള വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് WW കേരള ടൂറിസത്തിൻ്റെ ആയിരിക്കണം ഇത്. അടിപൊളി. പക്ഷേ ഇതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴും അതെ, ഇവിടെയും പടക്കക്കട ഗുദാകവ. അങ്ങനെ നമ്മൾ നടന്ന് ബോട്ട് ജെട്ടിയുടെ ഉള്ളിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു തകർപ്പൻ ആയിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും പൊതുജനങ്ങൾക്ക് ഇവിടെ സർവീസ് ഉണ്ടാവും. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഹെൽപ്പ് ഡെസ്ക് ബുക്കിംഗ് ആണ്, ഒരു ബുക്കിംഗ് സെൻ്ററാണ് ഇത്. എന്തായി കിടക്കണ ഉച്ചാണല്ല, അപരക്ഷയില്ല കേട്ടോ. ഇതും ഗുദാകവയാണ്. കാലങ്ങളായിട്ട് ഇതും പൂട്ടിക്കിടക്കണമെന്നാണ് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെ നല്ല സർവീസുകൾ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെ പൂട്ടിയിട്ടിട്ടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലും പുരാവസ്തുക്കൾ, അത്യാവശ്യം പുരാവസ്തുക്കൾ നമ്മൾക്ക് കാഴ്ചക്കാർക്ക് മനസ്സിന് കുളിർമേകുന്ന പുരാവസ്തുക്കളാണ് നമുക്കിവിടെ കാഴ്ചക്കായിട്ട് തരുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻഫർമേഷൻ സെൻറ്റർ. അതെ, നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കിട്ടുമെന്നാണ് മനസ്സിലാകണം. ഇനി നമുക്ക് പുറത്തേക്ക് വന്നിട്ട് വീണ്ടും കുറേ കാഴ്ചകളും കൂടി കാണാനുണ്ട്. ഈ കാഴ്ചകൾ നോക്കിയേ. ഇതാണ് നേരത്തെ പറഞ്ഞത്, അപ്പുറത്ത് കണ്ട സ്റ്റെപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതും മുകളിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ, അപ്പുറത്തുള്ള പോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കുപ്പികളൊക്കെ കൊണ്ട് ഇത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബിയർ കുപ്പികളൊക്കെ കൊണ്ട് അലങ്കാരമുണ്ട്. അതുപോലെ തന്നെ പുൽത്തകിടിയും പുല്ലുകളും ചെടികളും ഒക്കെ ഇവിടെയും ഈ എല്ലാം വരണ്ട് ഉണങ്ങിക്കിടക്കുന്നിടത്ത് പോലും ദിവസം വെള്ളം ഒഴിച്ചുകൊണ്ട് അവർ ഇത് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിനൊക്കെ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്.
ഈ ചില്ലൊക്കെ പൊട്ടിയ മാതൃകയിലാണ് അവരിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ കായലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ച ഇപ്പുറത്തുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ റെസ്ക്യൂ ടീമിൻ്റെ ഒരു ബോട്ട് ഇവിടെ കിടക്കണം നമുക്ക് കാണാൻ പറ്റും. അത് വർക്കിംഗ് ആണോ ഇല്ല എന്നൊന്നും നമുക്ക് ഇപ്പം അറിയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴല്ലേ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു വാക്ക് വേ, നല്ല ഭംഗിയായിട്ട് വാക്ക് വേ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ആ ബോട്ട്, റെസ്ക്യൂ ടീമിൻ്റെ ബോട്ട്. കുറച്ചടുത്ത് ഇപ്പോൾ കാണാൻ പറ്റണില്ലേ? അടിപൊളി ബോട്ടല്ലേ? ഇനി നമുക്ക് ഒരു സൂപ്പർ കാഴ്ചയാണ് കാണാനുള്ളത്. ഇത്ര മനോഹരമായ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തതല്ല. ഈ വൃത്തിയായിട്ട് കിടക്കുന്ന നല്ല സൂപ്പർ സ്ഥലം ഏതാണെന്നറിയാമോ? ബോട്ട് ജെട്ടിയുടെ തൊട്ട് സൈഡിലുള്ള ആ സ്ഥലം തന്നെയാണ്. പുറത്ത് ആണുങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മൂത്രമൊക്കെ ഒഴിച്ചിട്ടേക്കണം. അതിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ്. കുമ്മായമൊക്കെ കുറച്ച് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിലും നല്ല കൊള്ളായത്. ഇതിൽ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും പുരാതന കാലത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, കൊള്ള സങ്കേതമൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കെട്ടും മട്ടുമൊക്കെ. ആ രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. കണ്ടില്ലേ? ഇവിടെ പ്രേതാലയമാണ്, യക്ഷിയുണ്ടാ, പ്രേതം ഉണ്ടാന്നൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഹൊറർ മൂഡ് നമുക്ക് കിട്ടുന്ന ഒരു കിട്ടില്ല സ്ഥലമാണ് കേട്ടോ. ഇത് കനാൽ ഓഫീസറാ അങ്ങനെ ഏതാണ്ടുമാണ്. ഇതിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമല്ലേ ഇത്. ഇത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളാണ്, എങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ ഭംഗി നിലനിർത്താൻ. ഒരു കാടും ഈ കെട്ടിടങ്ങളും കൊച്ചി നഗരത്തിൻ്റെ നഗരമധ്യത്തിൽ തലച്ചോറിൻ്റെ ഭാഗം, ഹൃദയം എന്നല്ല പറയണത്, തലച്ചോറിൻ്റെ ഭാഗത്ത് തന്നെ കാണുന്ന ഈ ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ കെട്ടിടമൊക്കെ ഇനി ഇങ്ങനെ തന്നെ കാലങ്ങളോളം നിലനിർത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കനാൽ ഓഫീസറിൻ്റെ പഴയൊരു ഓഫീസായിട്ടാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. നിങ്ങളിനി ഒന്ന് വായിച്ചു നോക്ക്. ഏതായാലും ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് കുറച്ച് സമയം നിങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. കൊച്ചി നഗരത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനോഹര ദൃശ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.